എന്താ രാജേഷേ? എളേപ്പാ ആടേരവുണ്ട് എളേപ്പാ. ആ തെങ്ങിനപ്പുറത്തതാ ആ റബ്ബറിന്റെ തായ അതാ 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 നോക്കറങ്ങ അതാ. ആടെ ആരോ എന്തോ ഉണ്ടാക്കട്ടെ. നിന്റെ ഈ അസമയത്തുള്ള കുളി ഇനി ഇവിടെ കയ്യൂല. എളേപ്പാ എപ്പോഴും ഈ സമയത്തല്ലേ ഞാൻ എടുത്ത് വിളിക്കില്ല. ഇന്നെന്തേ ഇനി കയ്യ? ഓ നിങ്ങളെ മോളെ പൊന്നിട്ട് തെരലരിച്ചിട്ടാ. ഞാനിതുവരെ ഒരാളെ പൊന്നും കട്ടിട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങളെ നക്കാപ്പിച്ചതിന്റെ പൊന്നും വേണ്ട. ഇതെന്റെ കിണറാ. ഇവിടെ ആര് കുളിക്കണം കുളിക്കണ്ട ഞാനാ തീരുമാനിക്കല്. ആ കഥയൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കണ്ട എളേപ്പാ. ഇതിൽ എങ്ങനെയാ നിങ്ങളുടെയെന്ന് എനിക്ക് അറിയാലോണം. വെറുതെ മാന്തി പുണ്ണാക്കണ്ട ഉണങ്ങിയ മുറി. ആ എന്നാ എന്തെങ്കിലും പ്രാന്തായ എന്ത് നിങ്ങൾ കളിക്കുന്നു? നാട്ടിലാരും കാണാത്തവരുണ്ടല്ലോ കളി കണ്ടാല്. കളിച്ചുകൊടുക്കുന്നൊരു അതിരുണ്ടളേപ്പാ. കൊണ്ടുപോയിക്കോ. ഇന്നത്തോട് ലോകം അവസാനിക്കാന്നല്ലോ. നാളെ നേരെ പുലരുമല്ലോ. കാണാലോ നമുക്ക്. കപ്പിയും കയറും. ഇയാക്കയില്ലോ കയറ്. നാളെ നോക്കാം നമുക്ക്. അതുകൊണ്ട് എടുത്തു വെച്ചത് അത് തന്നെയാണ്. വേണുവേട്ടാ നിങ്ങ എന്തിനാ കപ്പയും കയറി ഊരിയത്? നിങ്ങ അവർക്ക് അത് കെട്ടിക്കൊടുത്തേ. നിങ്ങ എന്തത് കളിക്കുന്നേ? മറ്റേ അപ്പേക്കും വെള്ളം കോരണ്ടേ? ഇത്ര സ്വഭാവം. ഇതെന്തോ എല്ലാരും ഇങ്ങനെ ഇടിവീണാണ് കേൾക്കുന്നത്. കപ്പിയും കയറില്ലാണ്ട് എങ്ങനെ വെള്ളം കോരണ്ടേ? അത് വേണോട്ടിന് ഇന്നലെ രാത്രി അയച്ചു വെച്ചിരി. അത് ഞാൻ പോയി ചോദിക്കാലോ. അതല്ലേ തങ്കമണി എന്തെന്ന് ഇതല്ലേ അയച്ചു വെച്ചിരി? വേണുവേട്ടാ അതൊരിക്കൽ കെട്ടിക്കൊടുത്തേ. ചോദിക്കാം. ഒരു ചെറിയ പൊന്നു വീണിനെ അറിഞ്ഞിട്ട് നമുക്ക് നനക്കവും കുളിക്കൊന്നും വേണ്ടേ? എനിക്ക് പീടി ഓർക്കാൻ പറ്റി ഞാൻ കളിക്കുന്നു. ഈ വേണോട്ടിന് എന്താ കളിക്കുന്നത്? വേണോട്ടനെന്ന് ഇങ്ങനെ ഓർക്ക് ദേഷ്യം വരുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. രാജേഷ് അല്ല കുടുംബക്കാരല്ലേ? അമ്മക്ക് വെള്ളം തരാതിരിക്കണം. തങ്കമണി ഓക്ക് ചൊടിയുണ്ടെങ്കിൽ ഇങ്ങനെയാ ചെയ്യണ്ടേ? എന്നാലും ഇങ്ങനെ ഉണ്ടോന്ന്? ഇതെന്ത് ചൊടിയിപ്പാ? പറയാൻ കഴിയില്ല. മനുഷ്യന്മാരുടെ കാര്യമാണ്. എപ്പ വേണമെങ്കിൽ സമനില തെറ്റും. മാഷ് വരുന്നുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? അയാളൊന്ന് വായി തുറന്നായല്ലേ ഒന്ന് പറയാല്. നമുക്കൊന്ന് മെമ്പറെ വിളിച്ചു നോക്കിയാലോ? വരുവോ? വരുന്നുണ്ടേ. ഇല്ലവണം കളയാനോ നേരാക്കാനോ ദൈവത്തിനൊരൊക്കെ അറിയാം. ഇനി വന്നിട്ടാകുമ്പോഴല്ലോ ഒലിപ്പിക്കലെന്നറിയാലോ. അല്ല ഓ ജീവിച്ചിരിപ്പുണ്ടാ? വോട്ടയിക്കാൻ വന്നിട്ടാകുമ്പോ എന്തെല്ലാം പറഞ്ഞറിയാ. അതാക്കി തരാം ഇതാക്കി തരാം. ഇപ്പൊ ഒന്നുമില്ല. തിരിച്ചോണ്ടിരുന്നാ മതി. ഞങ്ങളെ കാര്യം നേരാക്കി തരാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് വോട്ടൊന്നിന്. ഒന്ന് വെള്ളമില്ല എന്റെ കുഞ്ഞു തൂറിയിട്ട് വരില്ല. നിങ്ങൊന്നും പ്രശ്നമാക്കണ്ട. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഒന്ന് വേണൊരു കണ്ടിട്ട് വരാം. മെമ്പറായി തൂറിക്കുന്ന മിഷ്യനുണ്ടാ? ഓ കോയിണ്ടല്ലേ. തങ്കമണി സുഖല്ലേ? അല്ല ആര് മെമ്പറാ? ഈ വൈക്കെല്ലാം കണ്ടിട്ട് കൊറേ ആയില്ലപ്പാ. എന്തെന്ന് പറയണ്ട തങ്കമണി, ഒരേ തിരക്കന്നെ. ആ വേണു ഇരിക്കുന്നു. വീട്ടിന്റെ കൗക്കോല്ലാം പോയല്ലോ. ഇവിടെ മോന്തായം പോയ അവസ്ഥയില്ല. ഒരു അപേക്ഷ കൊടുക്ക്. മോന്തായത്തിനാ? എന്തിനു മോന്തായാക്കുന്നു? വീട് മൊത്തം റിപ്പയറാക്കാലോ. ഇത് തന്നെയാന്ന് നിങ്ങൾക്ക് മുമ്പത്തെ മെമ്പർ ജാനിയേട്ടിയും പറയല്. അത് മുമ്പത്തെ മെമ്പറല്ലേ? ഇപ്പം മെമ്പർ ഞാനല്ലേ?
ഒരു അപേക്ഷ കൊടുക്ക്, ഇപ്പം ശരിയാക്കി തരാം. ആ പെണ്ണുങ്ങൾ എത്രയാണ് കാത്തിക്കുന്നത്? ഞാൻ കപ്പിയും കയറി ഇട്ട് കൊടുക്കറോ? കുടിവെള്ളത്തിൻ്റെ പ്രശ്നമല്ലേ, ഒന്ന് പരിഹരിച്ചൂടെ? വാ. കേട്ടിനാ? ഊത്ത് കേട്ടിനാ? ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നിട്ടാകുമ്പോ ഈ ടാപ്പിൽ വെള്ളമാക്കി തരാന്നല്ലേ അന്ന് മെമ്പർ പറഞ്ഞത്. ആദ്യം വെള്ളമാക്കിത്താ, എന്നിട്ട് ബാക്കി പറയാം. ഒന്ന് ആലോചിക്ക് വേണം, തിരക്കണ്ടേ? പിന്നെ വരാം, പോയിട്ട് വരാം. ഓക്കെ, അതാ നല്ലത്. വേണുവിന്റെ കൈക്കോല് കയ്യോടെ പിടിച്ചോ, ഇപ്പൊ തരും വെള്ളം. അല്ല മെമ്പറേ, നമുക്ക് ഇന്ന് വെള്ളം കിട്ടുവാ? നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഓന് പ്രാന്താന്ന്. നമുക്ക് വേറെ വഴി നോക്കാന്ന്. ഞാൻ അപ്പളെ പറഞ്ഞിട്ട് ഇയാളെ നേരാക്കില്ലാന്ന്. എന്തിനാണ് 2 പൂജ്യം? അത് വെള്ളം കിട്ടാനല്ലേ പൂജണേ? അതിനും പൂജ്യ. ആ പൂജയുണ്ട്. ഈ പൂജേന്റെ മേളയിലെ തേങ്ങ ഉണ്ടോ? അത് നല്ല വെള്ളമുള്ള സ്ഥലത്തും പോലെ ആ കിണ്ടി നിക്കുന്നല്ലോ. മുത്തപ്പാ, വെള്ളം കിട്ടിയാല് കിണറ്റിലിട്ടൊക്കെ ഒരു പൈൻകുറ്റിയേക്കാം. പൈൻകുറ്റി എപ്പ ഉണ്ടാവുക? വെള്ളം കിട്ടിട്ടാ. ഇയാളെ നീ മടമുഷി കളിക്കുന്നല്ലോ കളിക്കുന്നു. വേണുവേട്ടന് തലപ്രാന്തായാല് കാട്ടിക്കൂട്ടുന്നതല്ല നിങ്ങൾക്ക് അറിയുന്നല്ലേ ഏട്ടി, അല്ലാണ്ട് ഉള്ളിലൊന്നും ഉണ്ടായിട്ടല്ലപ്പാ. എന്നാലോ തങ്ക, ഇന്നലെ നനഞ്ഞ കോലത്തിലല്ലേ നിങ്ങ ഇങ്ങോട്ട് പായിച്ചത്. എന്റെ മോന്റെ അച്ഛൻ പാപായത് കൊണ്ട് കരണ്ടിന്റെ വിധം നിങ്ങൾക്ക് കിട്ടി. ഓനും ഉണ്ടാവും വാശി, ഓനൊരാണല്ലേ. ഈടെ വെള്ളമുണ്ടാ? ആ, ഈടെയുണ്ട്, കുടിക്കാൻ കിട്ടും. ആടെ ലൊട്ട കിട്ടും. ആടെ ഫോണ് റേഞ്ചിന് കിട്ടില്ല, എന്നിട്ടല്ലേ വെള്ളവും. കുടിച്ചാ പോരാ, കുളിക്കണം. എനക്ക് നട്ട പാതിരെ കുളിക്കണം. അപ്പൊ പകലോ? പകല് വേണമെന്നില്ല, ഞാൻ പണിക്കോയിക്കോളൂ. എന്നാ നടക്ക്. ആ, നിങ്ങൾ കോരിക്കോ ഏട്ടി, അല്ലെങ്കിൽ ഞാൻ കോരിത്തരാം. വേണ്ട, നമുക്ക് കുറ്റിയിടലേ അവൻ. ഞാൻ പോയി പാലെടുത്ത് വന്നാലോ? ഞാൻ പറഞ്ഞില്ലേ നിന്റെ പറമ്പിൽ ഒരു തുള്ളി വെള്ളം. ഇനിയിപ്പോ വള്ളൂലേലും വള്ളൂലേലും വെള്ളമില്ലേ? വെള്ളമില്ലാത്ത തേങ്ങ എടുത്തിട്ട് വരും വെള്ളം നോക്കാൻ പോകാന് പട്ടികള്. ഭൂമിയില് വെള്ളം അതല്ല, ഭൂമിയിൽ വെള്ളമില്ലാത്തത്. ഈടെ അല്ലേ കേട്? ആടെ വെള്ളം ഉണ്ടോ? ഈടെ വെള്ളം ഉണ്ടാവില്ലേ? അത് സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒഴുക്ക് കിഴക്കുന്ന് വടക്കോട്ടാന്ന്. അത് തുരങ്കം മാന്നിട്ട് ആ കിണറ്റിൽ പിടിച്ചിട്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഭൂമി പൂജയെല്ലാം ചെയ്തിട്ട്. ആയിക്കോട്ടെ, ഞാൻ ഭൂമി പൂജക്ക് എത്ര പൈസ വേണമെന്ന് തരാം. പക്ഷെ വെള്ളം കിട്ടണം. അത് കിട്ടും. വെള്ളം കിട്ടിയാ മതി. അത് കിട്ടും. ഭൂമി പൂജ ചെയ്താൽ കിട്ടും. ഞാനൊരു കുടിയനായിരുന്നില്ലടാ. മോളൂസേ, നീ എന്റെ മോനൂസാടാ. ജയിക്കുന്നൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. എല്ലാം പോട്ട്. ഇതിപ്പോ പൊട്ടിയന്റെ ചെലവ്, ഇനിയിപ്പൊ കെട്ടിയന്റെ ചെലവ് വേർത്തുണ്ട് കേട്ടോ മോളൂസേ. അവിടെ ഇങ്ങനെ അടിച്ചപ്പോ ഉമ്ര പോയിപ്പോടാ. അതടി കൊണ്ടുവന്ന് അതാടെ വെക്കടാ. ഒരു പെഗ്ഗുടാ എന്റെ സാധനം ഞാൻ ആരി കൊടുക്കേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ കള്ളും തരൂല, വേണുവാട്ട വെള്ളവും തരൂല, രണ്ടും കണക്കാ. പക്ഷെ ഉമേശം കുടിക്കോടാ. ഉമേശ കളം ജീവന് തുല്യ സ്നേഹിച്ചു ഞാൻ ചെയ്ത് തെറ്റാ. മതി മതി. ആരാ അത്? മോളൂസാ? എന്താടാ ഈ അസമയത്ത് ഇവിടെ? ചിന്നുവിന്റെ കാര്യാലോചിക്കുമ്പോ ചത്താ മതി തോന്നുവേട്ടോട്ടാ. അതിന് ഈ കിരണ്ടി ചാടിച്ചാവാനോ? ചാവാനുള്ള ധൈര്യമൊന്നും എനക്കില്ല. എന്നാലും ട്രൈ ചെയ്തിട്ട് അതിന്റെ കുറ്റബോധം ഉണ്ടാവട്ടല്ല.
നീ വെള്ളം കുടിച്ചിനാ മോളൂസേ? കുറച്ച്. ഉം. ഉം. മുറ്റത്തെ കിണറ്റിൽ വെള്ളം ഇല്ലതിൻ്റെ അഹങ്കാരമാണ് എനിക്കെന്നാണ് ആയിക്കുടിക്കാർ പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ മോളെ കാര്യമായിപ്പോയി. എനക്ക് ഇങ്ങനെയെല്ലാം ചെയ്താലേ പറ്റുള്ളൂ മോളൂസേ. വേണോട്ടെ എനക്കറിയുന്നല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ട് ഞാൻ കൂടെ ഉണ്ട്. ഞാനുണ്ട്. ചാവാൻ നടക്കുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓള് മനസ്സറിഞ്ഞിട്ടൊന്നും നിന്നെ സ്നേഹിച്ചിട്ടില്ലടാ എന്ന് എനക്ക് തോന്നിയിട്ടില്ല. ഓൾ അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിൽ നിന്നെ ചാടിയിട്ട് വേറൊരു പൈസക്കാരനെ കാണുമ്പോൾ കൂടെ പോവാൻ നിൽക്കുവോ? പ്രേമമെന്നെല്ലാം പറയുന്നത് ഞാനും തങ്കമണിയും തമ്മിലില്ലാന്ന് നിനക്കറിയോ? 25 കൊല്ലം മുമ്പ് കാട്ടാക്കടയെന്ന് നമ്മുടെ ഗാദിയിലെ ബാലമാസിൻ്റെ ഒക്കെ ഞാൻ ഈ കാസർഗോട്ടേക്ക് വരുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഗാദിയിൽ വെച്ചിട്ടാണ് ഞാൻ തങ്കമണീനെ കാണുന്നത്. വെളുത്ത് മെലിഞ്ഞ് കാതിലും കൗത്തിലും ഒരു തരി പൊന്നില്ലാത്തൊരു പെണ്ണ്. ആ ഇഷ്ടം ബാലമാഷ് തന്നെയാണ് തങ്കമണിയുടെ അച്ഛനോട് പോയി പറഞ്ഞത്. ഒരു എതിരും പറയാതെ ആ മനുഷ്യൻ ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ തയ്യാറായി. പക്ഷേ അത് നടന്നു കാണുന്നതിന് മുമ്പേ ആ പാവം അതോടെ ഒറ്റപ്പെട്ടു പോയ തങ്കമണിയുടെ വീട്ടിലേക്ക് ഒരു താലിമാല പോലും ഇല്ലാതെ ഞാൻ കയറി ചെന്നു. ഓള് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. വൈകിയാണെങ്കിലും ഞങ്ങൾക്കൊരു മോളുണ്ടായി, ഒരു പെൺകുഞ്ഞല്ലേ. അതിനാണെങ്കിൽ ചെറുപ്പത്തിലെ കാതില് പഴുപ്പും. എല്ലാം ഒന്ന് ശരിയായി വന്നിട്ടാവുമ്പോ നീ അടക്കം സഹായിച്ചിട്ടല്ലേ മോളൂസേ നമ്മളൊരു കമ്മല് മേടിച്ചു കൊടുത്തത്. അതാണെങ്കിൽ ഈ കിണറ്റില് ഇട്ടിട്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ കുഞ്ഞിക്ക്. അത് ഈ കിണറ്റിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും മോളൂസേ? നമ്മളെടുക്കും. ആരിറങ്ങിയിട്ടെങ്കിലും ഞാനിറങ്ങും കിണറ്റിൽ. എന്തായാലും എനക്കത് എടുത്തു കൊടുക്കണം. നേരം കുറേയായി, നീ പോവാൻ നോക്ക്. ഈ സിറ്റുവേഷനിൽ ഞാൻ എവിടെ പോവും? ഞാൻ ഇവിടെ കടന്നോളാം. എന്നാ ഉള്ളിലേക്ക് വാടാ. വേണ്ട വേണട്ടാ, ഞാൻ ഇവിടെ കടന്നോളാം. കിണറ്റിലേക്ക് ഒരു കണ്ണു വേണം. ആരും വിശ്വസിക്കാൻ പറ്റൂല വേണോട്ടാ.